എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കണ്ണടച്ചു നിൽക്കുന്നവളുടെ അടുത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചതും അവന്റെ ശ്വാസം തന്നെ ദേഹത്ത് തട്ടിയതും അവൾ കണ്ണുകൾ തുറന്നു. തന്നെ പ്രണയത്തോടെ ഉറ്റുനോക്കുന്ന അവന്റെ കണ്ണുകൾ അവളിലും വികാരങ്ങൾ സൃഷ്ടിച്ചു. ചുണ്ടുകൾ പരസ്പരം ബന്ധിച്ച പോലെ ഒന്നായതും എല്ലാം മറന്ന് അവരും പരസ്പരം അലിഞ്ഞു ചേർന്നു. ചേട്ടനവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. റൂമിലേക്ക് പോകും വഴി പുറത്ത് ഒറ്റയ്ക്ക് ദൂരേക്ക് നിൽക്കുന്ന വരുണിനെ കണ്ടതും ആര്യ അവിടേക്ക് ചെന്നു. ശബ്ദം കേട്ടതും പെട്ടെന്ന് കണ്ണുടച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ആര്യയെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു. അവന്റെ കണ്ണിലെ നനവ് അവളും കണ്ടിരുന്നു. ഏയ്, വെറുതെ ഇവിടേക്കൊന്ന് കാണാൻ. ഈ രാത്രിയിലോ? അത് കൊള്ളാലോ. എന്തിനാ കരഞ്ഞ്? ഞാൻ കണ്ടു. ഏയ് ഇല്ലടോ, അത് കാറ്റടിച്ചിട്ടാ. അതൊന്നുമല്ലെന്ന് എനിക്കറിയാം. അനിയത്തി ഓർത്ത് അല്ലേ? അവൾ ചോദിച്ചോ. അവനതിന് പുഞ്ചിരിച്ചു. സാരല്ല ഏട്ടാ, നഷ്ടമായതൊന്നും വിലപിച്ചുകൊണ്ട് തിരിച്ചിട്ടില്ലല്ലോ. പകരം അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് നമ്മൾ സന്തോഷം കണ്ടെത്തണം. ഒറ്റയ്ക്ക് ഓരോന്ന് ചിന്തിക്കുന്നുണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയൊന്നും ഇല്ലടോ, സന്ദീപിന്റെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ. എനിക്കറിയാം വേണി അവൻ ആരായിരുന്നു. പക്ഷെ എല്ലാവരും കൂടി അവന് ജീവിതം തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കുന്നുണ്ട്. ഇനി അവനിങ്ങനെ നിന്നാ അത് ഏറ്റവും വേദന എൻ്റെ വേണിയുടെ ആത്മാവിന് തന്നെയാവും. അവൾ കാരണമാണെന്ന് എല്ലാവരും കുറ്റപ്പെടുത്തും. എൻ്റെ വേണി എല്ലാവരും വെറുക്കും. അത് സഹിക്കാനാവുന്നില്ല. വാക്കുകൊണ്ട് പോലും അവൾ ആരും നോക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഒരുപാട് വട്ടം അവനോട് ഞാൻ ഇതേ കാര്യം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അവൻ പിണങ്ങി പോയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോഴും അവൻ ചെയ്യുന്നു. ഏട്ടൻ വിഷമിക്കാതെ. സന്ദീപേട്ടൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, പറഞ്ഞു മനസ്സിലാക്കാൻ. തിരിച്ചറിഞ്ഞ് സ്വയം തീരുമാനിക്കേണ്ടല്ലോ അതൊക്കെ. ഈ കാര്യത്തിൽ അവൻ ഒരിക്കലും സ്വയം തീരുമാനം എടുക്കില്ല. അവനെ കൊണ്ട് ഇനിയെങ്കിലും എടുപ്പിക്കണം. അവൻ്റെ അനിയത്തിയും എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അത് മാത്രമാണ്. ഒരിക്കലും അവൻ്റെ ഇപ്പോഴത്തെ തീരുമാനം കൊണ്ട് വേണി ആരും കുറ്റപ്പെടുത്തേണ്ടി വരരുത്. അതുമാത്രമേ എനിക്കുള്ളൂ. വേണി ചേച്ചി ആരും കുറ്റപ്പെടുത്തില്ല. അതിന് ചേച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല. സ്നേഹം ചിലരെ അന്തരാക്കി മാറ്റും. അതുപോലെ ഇവിടെയും എല്ലാവരും നഷ്ടമായ ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ട് സന്ദീപേട്ടൻ സ്നേഹിച്ച ചേച്ചിയല്ലേ. അതുകൊണ്ടാണ് ആ സ്നേഹം ഇന്ന് ഏട്ടന് മറക്കാനാവാത്ത. സത്യത്തിൽ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് തോന്നുക എന്തിനാ ദൈവം പെട്ടെന്ന് ചേച്ചിയെ കൊണ്ടുപോയതെന്ന്. ആര്യ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അത് കേട്ട് നിറഞ്ഞു വന്നു. അയ്യോ, വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഏട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എല്ലാം ദൈവം കാണുന്നുണ്ട്. പെട്ടെന്ന് ഓക്കെ ആവും. പിന്നെ ചോദിക്കുന്നത് തെറ്റാണോന്നറിയില്ല. വിരോധമില്ലെങ്കിൽ എന്നെ സ്വന്തം പെങ്ങളായി കണ്ടാൽ മതി. ഏട്ടനെ ഷെയർ ചെയ്യാൻ ഒരാളാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്ക് വിഷമിക്കേണ്ടി വരില്ല. നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതേ കാര്യം നീ പറഞ്ഞു. വേണി ഒരു പാവമായിരുന്നു, പക്ഷെ പ്രിയപ്പെട്ടവർക്കാൾ ഒരു വായാടിയായിരുന്നു. അവളെപ്പോലെയാണ് നീയും. വിരോധമില്ലെങ്കിൽ പെങ്ങളായി കണ്ടാൽ മതി എന്നല്ല, അങ്ങനെ തന്നെയാണ് ഞാൻ കാണുന്നത്. ലച്ചുവിനെ പോലെ, എൻ്റെ വേണിയെ പോലെ. അവൻ പറഞ്ഞു. അവളതിന് പുഞ്ചിരിച്ചു. ഏട്ടൻ എന്തെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചത്? വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രായമൊക്കെ എനിക്ക് കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം. ആ, ഏട്ടൻ ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ ഇനി സന്ദീപേട്ടൻ ചിന്തിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. സത്യത്തിൽ നിങ്ങൾ രണ്ടുപേരും തോണിയിലെ യാത്രക്കാരാണല്ലേ. ഒരാളുള്ളിലെ പ്രണയം മറക്കാനാവാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിൽക്കുന്നു. ഇവിടെ ഒരാൾ കാരണം ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ബെസ്റ്റ് ടീംസ് എന്നെങ്ങനെ ആര് കെട്ടാനാ? അതൊക്കെ ആള് വരുന്നേ. നമുക്ക് വിധിച്ചത് 7ാം കടലിൽ താണ്ടിയാലും എത്തുന്നു. ഏട്ടൻ വിഷമിക്കണ്ട. ഒരു പെങ്ങളുടെ സ്ഥാനത്ത് നിന്നും ഇത് ഞാൻ ഏറ്റെടുത്ത് നടത്തി തന്നിരിക്കും. ആര്യ പറഞ്ഞു. അവനത് കേട്ട് ചിരിച്ചു. അതെ, എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? സന്ദീപ് ഒറ്റയ്ക്കിരിക്കുന്നുണ്ട് പ്രിയ ചോദിച്ചു. അവളാണെങ്കിൽ അവനെ ചുറ്റിപ്പറ്റി നടത്തമാണ്. അവൾ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ തലയിൽ കൈയും വെച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ചെവി അടിച്ചു പോയോ ഇനി? അതും പറഞ്ഞ് അവൾ അവന്റെ ചെവിയിലേക്ക് എന്തോ പറയാൻ വന്നു. ശ്വാസം അടിച്ച് സന്ദീപ് തലവൊക്കിയതും അവളുടെ നിൽപ്പണ്ട് പുറകിലേക്ക് നീങ്ങി. എന്താ? അല്ല, ചെവിക്ക് എന്തെങ്കിലും? എന്റെ ചെവിക്ക് എന്താ? എന്തു പറ്റിയെന്ന് അവൻ ചെവിയിൽ പിടിച്ചോണ്ട് ചോദിച്ചു. അയ്യോ, ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ വിളിച്ച് കേൾക്കാനായിട്ട് ചെവിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് അറിയാൻ വന്നാ. അതിന് എന്റെ ചെവിക്കകത്തേക്ക് കയറിയാണോ നോക്കുന്നത്? പിന്നെ എന്റെ ചെവിക്കകത്തേക്ക് കയറി നോക്കാൻ പറ്റുമോ? എന്തൊരു മനുഷ്യനാണോ നീ? അതും പറഞ്ഞ് അവൾ അവന്റെ മുമ്പിലായിരുന്നു. ഇനി പറയും, ഞാൻ വിളിച്ച് കേട്ടില്ലേ? നീ വിളിക്കുമ്പോഴെല്ലാം മറുപടി തരാൻ ഞാൻ നിന്റെ അടിമയല്ല. ഇതാണ് സന്ദീപ് പറഞ്ഞ മര്യാദ. ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങോട്ടും ഉണ്ടാവുന്നു. നിനക്കിപ്പോ എന്താ വേണ്ടത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാനൊന്ന് പോവാമോ? ഞാനാണോ ഭ്രാന്ത് പിടിപ്പിച്ച്? അതോ നിങ്ങളുടെ ചിന്തകളും തീരുമാനങ്ങളോ? അവൾ ചോദിച്ചു. അവൻ തലകുരുത്തി അവളെ നോക്കി. ഞങ്ങൾ സംസാരിച്ചത് നീ കേട്ടോ? കേട്ടു, നല്ല വെടിപ്പായിട്ട് കേട്ടു. മറ്റുള്ളവർ സംസാരിക്കുന്ന ഒളിഞ്ഞെന്ന് കേൾക്കുന്നത് ശരിയല്ലെന്നറിയില്ലേ? ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടില്ലല്ലോ. അതിന് ഞാൻ അവിടെ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാം എന്നെ കാണാണ്ട് വരുന്നു പറഞ്ഞു. അതിനിടയിൽ എന്നെ ശ്രദ്ധിച്ചില്ല നിങ്ങൾ രണ്ടും. എങ്ങനെയായാലും രണ്ടുപേരും സംസാരിക്കുമ്പോൾ അത് പേഴ്സണാണെന്ന് പറഞ്ഞാൽ മാറിക്കാനുള്ള മര്യാദ കാണിക്കാം. എന്തിന്? അത്രയ്ക്ക് രഹസ്യമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അല്ലാണ്ട് ഇങ്ങനെ ബോധനാണ്ട് വന്ന് സംസാരിക്കുക ആരെങ്കിലും? പിന്നെ ഞാൻ നിന്നെടുത്ത് വന്ന് സംസാരിച്ച് നിങ്ങളല്ലേ, പിന്നെ ഇതിന് ഞാൻ മാറണം? അവൾ ചോദിച്ചു. അവനൊന്നും പറയാൻ മുഖം തിരിച്ചു. എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. എന്നെ ഇനി കണ്ടിട്ട് മനഃപൂർവ്വം അടന്ന് നിങ്ങൾ സംസാരിച്ചാണോന്ന്. എന്തിന്? അതെനിക്കറിയില്ല. അറിയാതാണ് ഈ പറയരുത്. നിന്റെ മുമ്പിൽ വന്ന് സംസാരിക്കാനാണെങ്കിൽ അതിന് അഭിനയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അറിയാത്ത സംസാരിക്കാൻ നിൽക്കണ്ട. അതും പറഞ്ഞ് അവൻ എഴുന്നേറ്റതും കൂടെ അവൾ എഴുന്നേറ്റു. അതെ, ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. ആവശ്യമില്ല, അത് നീ നിന്റെ കയ്യിൽ വെച്ചോ. അതും പറഞ്ഞ് അവൻ പോയതും അപ്പോഴും അവൾ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. നിനക്ക് വേണ്ടെങ്കിൽ നിന്നെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ കൊടുത്തോളാം. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു.
സന്ദീപാണ് നേരെ വരുണിന്റെ അടുത്തേക്കാണ് വന്നത്. അവനെ കണ്ടത് വരുൺ നിരാശയോടെ നോക്കി. സന്ദീപ് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചോ. ഒന്നും മനസ്സിലാവാതെ അവനെ തിരിച്ച് കെട്ടിപ്പിടിച്ചു. സോറി. എന്തിനാടാ? നിന്നെ വേദനിപ്പിച്ചതിന്. എല്ലാം നിനക്കറിയാവുന്നല്ലേ. എനിക്ക് കുറച്ചുകൂടി സമയം താ, ഞാൻ ശ്രമിക്കാം. സന്ദീപ് പറഞ്ഞു. വരുണ കേട്ട് സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. മതി, ഇത് മതി, സന്തോഷായടാ. വരുൺ പറഞ്ഞു. സന്ദീപ് അതിന് തെളിച്ചമില്ലാതെ ചിരിച്ചു. അവന്റെ ഉള്ളിൽ വേണിക്ക് പകരം മറ്റൊരാളെ തനിക്ക് സാധിക്കുമോ എന്ന ചിന്ത മാത്രമായിരുന്നു. രാവിലെ എഴുന്നേറ്റതും കണ്ണാടിക്കുമ്പോഴും തല ചെയ്യുന്ന ലച്ചുവിനെ കണ്ട് അവൻ സ്വപ്നാണെന്ന് കരുതി ബെഡിലൊന്നും തപ്പി. സ്വപ്നമൊന്നുമില്ല, ഇവിടെ നിൽക്കുന്ന ഞാൻ ബെഡിലുണ്ടാവില്ലല്ലോ ഏട്ടാ, അവിടെ തപ്പാൻ. ലച്ചു കണ്ണാടിയിൽ കൂടി തന്നെ അവർ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അതേ കിടപ്പിൽ ചെരിഞ്ഞ് തലക്കും കയ്യും താങ്ങി അവളെ തന്നെ നോക്കി കിടന്നു. നീ എപ്പോഴും എഴുന്നേറ്റു? എന്നെ കൂടി വിളിക്കാതെന്താ? ഇന്നലത്തെ ക്ഷീണം കാരണം ഏട്ടനൊന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ആൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടാൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് പിറകിലൂടെ അവളെ വട്ടം പിടിച്ചു. അങ്ങനെയൊന്നും ക്ഷീണിക്കില്ല മോളെ ഞാൻ, ഇനിയും കപ്പാസിറ്റി ഉണ്ട് എനിക്ക്, കാണോ? അവൻ ചോദിച്ചു. അത് കേട്ട് അവൾ നാണത്തിൽ അവനെ നോക്കി ചിരിച്ചതും അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ കഴുത്തിലേക്കിലേക്ക് മുഖം അമർത്തി അവൻ കുറച്ചു നേരം അങ്ങനെ കിടന്നു. കുറച്ചു കഴിഞ്ഞതും ലച്ചു അവന്റെ തലയിലൊന്ന് തലോടിയതും അവൻ തല ഉയർത്തി അവളെ നോക്കി. അവളുടെ പുഞ്ചിരിയിൽ അവൻ അവളുടെ നെറ്റിയിലും ചുണ്ടിലും അവന്റെ ചുണ്ടുകൾ ചേർത്ത് സ്നേഹചുംബനം നൽകി. ഇപ്പൊ വിശ്വാസമായോ? അവൻ പതിയെ അവളുടെ കാതിൽ ചോദിച്ചും അവൾ അവനെയും തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കയറി. അവനത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കഴിഞ്ഞ നിമിഷങ്ങൾ ഓർത്ത് കിടന്നു. ആനന്ദ് അവളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് പുരികമുയർത്തി എന്താന്ന് ചോദിച്ചു. നോക്കി നിന്ന് വീഴ്ത്താന്ന് വിചാരിക്കണ്ട, അങ്ങനെ വീഴില്ല കേട്ടോ. നിന്നെ വീഴ്ത്തി എന്നോട് തന്നെ വേണം ഈ പറച്ചില്? പാവം തോന്നി വീണെന്നാ ഞാൻ. അല്ലാണ്ട് സ്നേഹമുള്ളതുണ്ടല്ലോ അല്ലേ? അവൻ ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. ലച്ചു ചിരിച്ചുകൊണ്ട് പുറകിലേക്ക് നീങ്ങി. എന്തുകൊണ്ടിട്ടാ ഞാൻ സ്നേഹിക്കേണ്ടത്? നീ സ്നേഹിക്കണ്ട, നിന്നെ ഞാൻ സ്നേഹിച്ചോളാം. ആകും പറഞ്ഞ് അവനവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൾ നേരെ അവന്റെ നെഞ്ചിൽ ചെന്ന് തട്ടി നിന്നു. മുഖം അവളിലേക്ക് അടുപ്പിച്ചതും അവൾ മുഖം പുറകിലേക്ക് നീക്കി പിടിച്ചു. അത് കണ്ടതും അവളുടെ തലയിൽ പിടിച്ചുകൊണ്ട് തന്നെ അവന്റെ മുഖം വീണ്ടും അടുപ്പിച്ചതും അവളൊരു ഭാഗത്തേക്ക് മുഖം തിരിച്ചു കളഞ്ഞു. അത്രക്കായോ? ആകും പറഞ്ഞ് ബലത്തിൽ തന്നെ അവളുടെ മുഖത്തേക്ക് അവൻ മുഖം അടുപ്പിച്ചവും ലച്ചു അത് ചിരിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ചവും അവന്റെ ലാളനയിൽ എല്ലാം മറന്ന് അവൾ അവനെ തന്നെ നോക്കി നിന്നു. ചുണ്ടുകൾ പരസ്പരം വന്ന് അയച്ചു പിടിച്ചതോടെ ലച്ചു കണ്ണുകൾ ഇറുക്കി അവന്റെ തോളിൽ അമർത്തി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അവൻ അവളെയും വിട്ടുമാറി. ലച്ചു അപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് നേരെ അവൻ വിരൽ ഞൊടിച്ചും അവൾ ചമ്മലോടെ മുഖം തിരിച്ചു. ഇപ്പൊ എന്നോട് സ്നേഹമില്ല നിന്റെ കണ്ണുകളിൽ നിന്ന് ഞാൻ നന്നായി മനസ്സിലാക്കി. ചിലപ്പോ ഇനി നിന്നാ നീ എന്നെ സ്നേഹിച്ചു പോയാലോ? അവൻ പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. പെട്ടെന്ന് അവനെ തിരിഞ്ഞ് മുറുക്കെ കെട്ടിപ്പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് അവൾ വിട്ടുമാറി. തീരെ സ്നേഹമില്ല. അതും പറഞ്ഞ് അവനെയും തള്ളി മാറ്റി അവൾ ഡോർ ലക്ഷ്യമാക്കി ഓടിയതും ആനന്ദ് അവിടെ പുറകെ വെച്ച് പിടിച്ചു. ഡോർ തുറന്നു. ആനന്ദ് പുറകെ ചെന്ന് അവളെ പിടിച്ചു. മുകളിലേക്ക് വന്ന ആദ്യം അതുകൊണ്ട് സ്റ്റക്കായി നിന്നു. അവനെ കണ്ട് രണ്ടും പരസ്പരം നോക്കി അകന്നു നിന്നു. ഓടുന്നു ചാടുന്നു, എന്തൊക്കെ കാണണം ഞാൻ കർത്താവേ. എന്റെ മാവ് മാത്രമാണ് അപ്പൊ പൂക്കാത്തത്. അവൻ ആലോചിക്കാതിരുന്നില്ല. ആദ്യം അവരെ നോക്കിയതും രണ്ടും വിളറിയെ ചിരിയിരിച്ചു. അത് കണ്ട് ഒരു അവിഞ്ഞ എക്സ്പ്രഷൻ ഇട്ട് ആ റൂമിലേക്ക് പോയി. അവൻ പോയത് ആനന്ദ് അവളെ പിടിക്കാനെന്ന പോലെ വന്നതും അതിനു മുന്നേ അവൾ താഴേക്ക് ഓടിയിരുന്നു. അവരെന്ത് ഹാപ്പിയാണെന്നോ, ഞാൻ മാത്രം ഇങ്ങനെ. എനിക്ക് സന്തോഷിക്കാനുള്ള യോഗ ഇല്ലാതെ പോയല്ലോ. റൂമിൽ വന്ന മുതൽ ആദ്യം ഇത് തന്നെ പറയുകയാണ്. എന്നാൽ ഒരുത്തി കേട്ടിട്ടും കേൾക്കാത്ത ഭാഗത്തിൽ ഫോണും തോണ്ടി നിൽക്കുന്നുണ്ട്. മിക്കവാറും വേറെ നോക്കേണ്ടി വരും, അവൻ പറഞ്ഞു. എന്നിട്ട് അവിടെ ഒരു കുലുക്കമില്ല. കെട്ടുകഴിഞ്ഞില്ലേ, ഇനി അവിടെ ഒന്നും ഏൽക്കില്ലെന്ന് മനസ്സിലായതും അവൻ അവളുടെ അടുത്തേക്ക് പതുക്കെ ചിരിച്ചുകൊണ്ട് നീങ്ങി. അവനെയൊന്നും വേണ്ട, വാ താഴേക്ക് വാ, കാവ്യ പറഞ്ഞു. ആ വന്ന പോലെ നിന്നു. താഴേക്ക് പോവാൻ നിന്റെ സമ്മതമൊന്നും എനിക്ക് വേണ്ട. എങ്ങനെയുണ്ടോ പെണ്ണുങ്ങള്, ഭർത്താവിനോട് സ്നേഹമില്ലാത്ത ജന്തു. അതും പറഞ്ഞ ആദ്യം ചവിട്ടി തൊള്ളി താഴേക്ക് പോയി. അതിന് കാവ്യ ചിരിച്ചുകൊണ്ട് അവന്റെ പുറകെ താഴേക്ക് ചെന്നു. ലച്ചു വന്നപ്പോൾ മുതൽ സന്ദീപിന്റെ കയ്യും തൂങ്ങി ആനന്ദിനെ മറഞ്ഞു നിൽക്കുകയാണ്. അവനാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന പോലെ നിൽക്കുന്നുണ്ട്. എന്താണ് ഒരു തെളിച്ചക്കറ പോലെ നിനക്ക്? ആദിയുടെ മുഖം കണ്ട് ആനന്ദ് ചോദിച്ചു. പോലെയല്ല, നല്ല കുറവുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അവൾ നിന്നെ ഗെറ്റ് ഔട്ട് അടിച്ചോ? ഏതാണ്ട് കയ്യിലിരിപ്പുണ്ടാവും. നീ കൂടുതൽ സന്തോഷിക്കണ്ട, നോയിക്കോ, എല്ലാവർക്കും ഒരു അവസരം. അതും പറഞ്ഞ് ആദ്യ നേരെ ആര്യയുടെ അടുത്ത് നിന്ന് തോളിൽ കൈയിട്ട് നിന്നു. എന്താണ് വല്ലാത്ത സ്നേഹം ഇന്ന്? പെട്ടെന്ന് ആര്യ ചോദിച്ചോ. അവൻ അവളെ നോക്കി ചിരിച്ചു. നിന്നെ കാരണം എനിക്ക് ഇന്നലെ മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ആണോ? എനിക്ക് അപ്പോഴേ തോന്നി, പറഞ്ഞിരുന്നു. ആര്യയുടെ വിളിയേട്ടല്ല അവൾ നോക്കി. ആര്യ ചെവിയും തടവി ആദ്യം നോക്കി കലിപ്പിൽ നിൽക്കുന്നുണ്ട്. അവളുടെ ഒരു പ്ലാന്. ഇനി മേലാ നിന്റെ പ്ലാൻ ഈ വീട്ടിൽ മിണ്ടിപ്പോരുത്, കുടുംബം കലക്കി. അതും പറഞ്ഞ് അവൻ കലിപ്പിട്ട് പോയതും ആര്യ നേരെ ചെന്ന് കാവ്യയുടെ ചെവിക്ക് പിടിച്ചു. നേരത്തെ കേട്ട വിളി അവിടെയും കേട്ടു. കാവ്യാണെങ്കിൽ ഇതെന്താ സംഭവം എന്ന പോലെ ചെവിയും തടവി ആര്യയെ തുറിച്ചു നോക്കി നിൽപ്പാണ്. ഈ നിന്റെ കെട്ടിനോടത്തേക്ക് ഞാൻ പോയി എഫക്റ്റ് കൂടും. തെണ്ടി, അതിന് എന്റെ ചെവി തന്നെ വേണമായിരുന്നു നിനക്ക്. കണ്ണിന് കണ്ണു, പല്ലിന് പല്ലി, ചെവിക്ക് ചെവി, അതാ എന്റെ പോളിസി. അതും പറഞ്ഞ് അവളവിടെ നിന്ന് പോയി. അതിന് എന്റെ മണ്ടേ തന്നെ വേണമായിരുന്നു ഇത് എന്ന പോലെ കാവ്യ എല്ലാവരെയും നോക്കിയിട്ട് നേരെ ആദിയുടെ പുറകെ പോയി. ആദ്യേട്ടാ,
കാവ്യ ചെന്ന് വിളിച്ചു. അവൻ ഫോൺ കോളായിരുന്നു. ആദ്യേട്ടാ ആരെന്നെ ചെവിക്ക് പിച്ചി. കാവ്യ പറഞ്ഞു. ആദ്യം ഫോൺ വെച്ച് അവളെ മൊത്തം നോക്കി. കൊച്ചുകുട്ടിയാണോ നീ? നുള്ളി പിച്ചെന്നൊക്കെ പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വരാൻ? അത് പറയാൻ വന്നല്ല, തിരിച്ചു തരാൻ വന്നാ. അതും പറഞ്ഞ് കാവ്യവന്റെ ചെവിക്ക് പിടിച്ചു. ആദ്യ വേദന കൊണ്ട് അലറി. ആര്യ തരാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് ഒറ്റ ഓട്ടായിരുന്നു. എല്ലാം കൂടി കൂട്ടത്തോടെ കൊല്ലാറങ്ങിയതാണോ ഈശ്വര? ഉള്ളതിനും വിവരമില്ല, കെട്ടിയതിനും വിവരമില്ല. സ്വയം പറഞ്ഞുകൊണ്ട് വേണ്ടായിരുന്നു എന്ന ഭാഗത്തിൽ അവൻ ചെവി തടവി. ഉച്ചയോടടുത്ത് ആരവും കഴിഞ്ഞ് ആനന്ദും ലച്ചുവും സന്ദീപിനൊപ്പം അവരുടെ വീട്ടിലേക്ക് പോയി. ആദ്യം കാവ്യയും പ്രിയയും അവരുടെ വീട്ടിലേക്കും പോയി. വീട്ടിലെത്തിയാൽ പിന്നെ ലച്ചു രാധികക്കും ഗൗരിക്കും ഒപ്പം ഓരോന്ന് പറഞ്ഞിരിപ്പാണ്. ആനന്ദാണെങ്കിൽ ആള് തനിച്ചിട്ടാൻ ഒരു അവസരം നോക്കി നടപ്പാണ്. എന്താണ് അളിയ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? ആനന്ദിനെ നിൽപ്പ് കണ്ട് സന്ദീപ് കളിയായിക്കൊണ്ട് ചോദിച്ചു. അതിനവൻ ചമ്മിയ പോലെ ചിരിച്ചു. ഞാൻ വെറുതെ ഇവിടെയൊക്കെ കാണാൻ. ഓ ശരിയാ, അളിയനെ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. നടക്കട്ടെ പോടാ ഇവിടുന്ന്. അതും പറഞ്ഞ് ആനന്ദ് അവന്റെ തോളിലും തട്ടി. നീ ഇവിടെ ലച്ചുവിനെ തപ്പി നടക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഉരുളുന്നത്? അവന് അവളോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതാ. ആണോ? ഒരു മിനിറ്റ്. ആവുമ്പോൾ സന്ദീപ് റൂമിലേക്ക് തലയിട്ട് ലച്ചുവിനെ വിളിച്ചു. അവൾ അവന്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് നിന്ന് ആനന്ദിനെ കണ്ട് ചിരിച്ചു. എന്താ ഏട്ടാ? നിന്റെ ഭർത്താവിന് നിന്നോട് അർജന്റായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. മോള് അവന്റെ കൂടെ ചെല്ല്. സന്ദീപ് പറഞ്ഞ വിളിച്ച് നെറ്റി വിളിച്ച് ആനന്ദിനെ നോക്കി അവന്റെ കൂടെ റൂമിലേക്ക് പോയി. അതുകൊണ്ട് സന്ദീപ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എന്താ ഏട്ടാ അർജന്റ് എന്ന് പറഞ്ഞേ? ലച്ചു ചോദിച്ചു. അവൻ ചെന്ന് ഡോറടിച്ച് അവളെയും പിടിച്ച് അടുത്തിരുത്തി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. നിന്നെ അർജന്റായിട്ട് എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നതാ. അയ്യേ, അതിനാണ് എന്നെ വിളിച്ച്? ഏട്ടെന്ത് കരുതി കാണും? കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് കരുതിയാലും നമുക്കെന്താ? ഏട്ടനൊന്നും ഇല്ലായിരിക്കും. ഞാൻ അവരേക്ക് നോക്കേണ്ട. ഞാൻ പോവാ, അമ്മയൊക്കെ തെറ്റിദ്ധരിക്കും. അവരൊക്കെ ഇതൊക്കെ കഴിഞ്ഞാൽ ഇവിടെ വരെ എത്തിയത്. അതുകൊണ്ട് പറയാതെ അവർക്ക് മനസ്സിലാവും. നിന്റെ ഏട്ടന് മനസ്സിലായതുകൊണ്ടാ അവൻ നിന്നെ വിളിച്ച് എൻ്റെ ഒപ്പം വിട്ടത്. ആനന്ദ് പറഞ്ഞു. ലച്ചു അതേ എന്ന ഭാഗത്തിൽ വല്ലായ്മയോടെ നോക്കി. നാണക്കേടായി പോയി ഏട്ടാ. ഒരു നാണക്കേടുമില്ലടി, നീ ഇവിടെ ഇരിക്കേ. അതും പറഞ്ഞ് അവനവിടെ വയറ്റിൽ മുഖം അമർത്തി അങ്ങനെ കിടന്നു. അവളും അവന്റെ തലയിൽ മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. ഞാൻ നാളെ മുതൽ ഹോസ്പിറ്റലിൽ പോകും. അതിന് ഏട്ടൻ ലീവല്ലേ? വെറുതെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് ഉപയോഗമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ലീവ് ക്യാൻസൽ ചെയ്തു. ആദ്യം പറഞ്ഞു. കാവ്യത കേട്ട് അവനെ നോക്കി. എന്തിനാ ക്യാൻസൽ ആക്കിയത്? അപ്പൊ നമ്മൾ ട്രിപ്പോ? ജീവിച്ചു തുടങ്ങിയില്ല, പിന്നെ ആ ട്രിപ്പ്. നീ എന്നെ അടുത്തേക്ക് അടുപ്പിയാ വെറുതെ ട്രിപ്പ് പോയിട്ട് എന്തിനാ? അതുകൊണ്ട് ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചു. അപ്പൊ വേണ്ടെന്ന് വെച്ചോ? ദുഷ്ടോ? അതും പറഞ്ഞ അവൾ തലയിനെടുത്ത് അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞു. ഞാനെങ്ങനെ ദുഷ്ടനോ? നീയാ ദുഷ്ട. എന്നെങ്കിലൊക്കെ ചെയ്യിപ്പിച്ച് നീയല്ലേ? ഏട്ടന്റെ സ്വഭാവം കൊണ്ടല്ലേ എന്നെ ക്യാൻസൽ ചെയ്തില്ലേ? ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കി പോരാ, ഇപ്പൊ എനിക്ക് മോഹങ്ങൾ തന്നിട്ട് എല്ലാം വെറുതെ ആക്കിയല്ലേ? ഇനി എന്റെ അടുത്തേക്ക് വരണ്ട ദുഷ്ടൻ. അതും പറഞ്ഞ് കാവ്യ റൂമിൽ നിന്ന് പോയതും ആദ്യം കണ്ട ആ പ്ലാനും പൊളിഞ്ഞെന്ന ഭാവത്തിലിരുന്നു. ഞാനും നിന്റെ കൂടെ കിടക്കുന്നു. രാത്രി പ്രിയയുടെ റൂമിലേക്ക് വന്ന കാവ്യ പറഞ്ഞു. അവൾ ബാക്കിലേക്ക് നോക്കി. അപ്പൊ ആദ്യോ അവനോടെ കിടക്കുവോ? അവനെന്തിനാ ഇവിടെ കിടക്കുന്നു? അവൻ അവിടെ കിടന്നോളൂ. അവനോ? നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? ആ കുറച്ച്. നീ വന്ന് കിടക്കാൻ എനിക്ക് ഉറക്കം വരുന്നു. അതും പറഞ്ഞ് കാവ്യ ബെഡിൽ കയറി കിടന്നു. പ്രിയ വേണോ വേണ്ടെന്ന് പോലെ അവൾ നോക്കി അവസാനം സൈഡിലായി കിടന്നു. ഇതേ സമയം ആദ്യം കാവ്യയെ കാണാൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവളെന്താ വരാത്ത? ഇനി മനഃപൂർവ്വം വേണ്ടാന്ന് വെച്ചോ? സ്വയം പറഞ്ഞുകൊണ്ട് അവൻ നേരെ പുറത്തിറങ്ങി കിച്ചണിലും ഹാളിലൊക്കെ ചെന്ന് നോക്കി. വെള്ളം കുടിക്കാൻ വന്ന പ്രിയ അവനെ കണ്ട് പെട്ടെന്ന് സ്റ്റക്കായി നിന്നു. തിരിഞ്ഞു നോക്കി ആദ്യം പ്രിയെ കണ്ട് ഞെട്ടി. നീ എന്താ ഇവിടെ? ഞാൻ വെള്ളം കുടിക്കാൻ. ആദ്യം എന്താ ഇവിടെ? കിടന്നില്ലേ? ഞാനും വെള്ളം കുടിക്കാൻ. വെള്ളം റൂമിൽ വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്താ പിന്നെ ശരി കേട്ടാ. ആവും പറഞ്ഞ ആദ്യം റൂമിലേക്ക് വന്നതും പ്രിയ. അവളെ എൻ്റെ മുറിയിലുണ്ട്. ആവും പറഞ്ഞ് പ്രിയ നേരെ കാവ്യയുടെ റൂമിലേക്ക് പോയി. അപ്പം മനഃപൂർവ്വം എന്നെ പറ്റിച്ച് അവിടെ പോയി കിടന്നാണല്ലേ, ശരിയാക്കി തരാം. അതും പറഞ്ഞ് ആദ്യം നേരെ കാവ്യയുടെ അടുത്ത് ചെന്ന്. അവൾ ഉറങ്ങുന്ന കണ്ടതും ശബ്ദം ഉണ്ടാക്കാതെ അവനവളുടെ അടുത്ത് കയറി കിടന്നു. നീ എവിടെ പോയതാ പ്രിയേ? ഉറക്കത്തിൽ അവൾ ചോദിച്ചതും ആദ്യം കേട്ട് അവൾ നോക്കി. കണ്ണു തുറക്കാതെയാണ് സംസാരിക്കുന്ന കണ്ടതും അവനും ചിരിച്ചു. ഞാൻ വെള്ളം കുടിക്കാൻ പോയതാ. പെട്ടെന്ന് ശബ്ദം മാറിയതും കാവ്യ ഞെട്ടി കണ്ണു തുറന്നു. അടുത്ത ആദ്യം കണ്ടതും അവൾ എഴുന്നേൽക്ക് മുന്നേ ആദ്യം ഇരുവശത്തും കൈവച്ച് അവളെ ലോക്ക് ചെയ്തു. നീ എന്തിനാണ് ഇവിടെ വന്ന് കിടന്ന് എന്നെ തനിച്ചാക്കി? അതിട്ട് മാറിക്കേ. പ്രിയ എവിടെ? എന്റെ ചോദ്യത്തിന് മറുവിട്ടാ ഞാൻ മാറില്ല. പറയും, നീ എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ഇതാണോ നിനക്ക് എന്നോടുള്ള സ്നേഹം? ആദ്യമായിട്ട് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നിനങ്ങനെ കാണിക്കായിരുന്നോ? ഇന്ന് ലീവ് ക്യാൻസൽ ചെയ്യായിരുന്നോ? ഞാൻ ആഗ്രഹിച്ച ട്രിപ്പ് വേണ്ട നോക്കായിരുന്നോ? അത് ഞാൻ വെറുതെ പറഞ്ഞാടി. നിന്റെ ഒരു ആഗ്രഹം ഞാൻ വേണ്ട നോക്കില്ല. സത്യമാണോ? അപ്പൊ ഏട്ടൻ ലീവ് ക്യാൻസൽ ചെയ്തില്ലേ? ഇല്ലെന്നേ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാവ്യ അവനെ സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. ഓക്കെ ഓക്കെ, ഏട്ടൻ ഇനി എന്താ വേണ്ടേ? അവൾ ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. എനിക്ക് വേണ്ടത് അത് ഞാൻ തന്നെ എടുത്തോളാം. അതും പറഞ്ഞ് ആദ്യം അവളിലേക്ക് ചേർന്നു. അവളും പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ബാഗ് പാക്ക് ചെയ്യുന്ന കാവ്യ കണ്ട് പ്രിയ അവിടെ അടുത്തേക്ക് വന്നു.
പിണക്കൊക്കെ മാറിയോ? പ്രിയ ചോദിച്ചു. അതിനവളൊന്ന് പുഞ്ചിരിച്ചു. എവിടേക്ക്? രാവിലെ തന്നെ. ഞാനൊരു ചെറിയ ട്രിപ്പ് പോവാ. എവിടേക്ക്? തീരുമാനിച്ചില്ല. എവിടേക്കായാലും ഞാൻ ഹാപ്പിയാണ്. ആദ്യൻ്റെ കൂടെ ഒരുപാട് ദൂരം എനിക്ക് യാത്ര ചെയ്യണം. സന്തോഷമായിട്ട് പോയി വാ. പ്രിയ അവളെ തലോടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോയിട്ട് വരുമ്പോൾ നിനക്കെന്താ കൊണ്ടുവരേണ്ടത്? എനിക്കൊന്നും വേണ്ട. ഇതേ സന്തോഷത്തോടെ നീ തിരിച്ചു വന്നാൽ മതി. ആദ്യമായിട്ട് എൻ്റെ കൂടെയുള്ളിടത്തോളം കാലം ഞാൻ ഹാപ്പി ആയിരിക്കും. എനിക്ക് ഉറപ്പാ. ആദ്യം പറഞ്ഞ് കാവി തിരിഞ്ഞു. ഡോറിൽ ചാരി കൈയും കെട്ടി വെക്കുന്ന ആദ്യം കണ്ട് അവൾ ചിരിച്ചു. പോവാം? ആദ്യം ചോദിച്ചവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയും ആരെയും കണ്ട് അവർ അവരുടേതായ ലോകത്തേക്ക് യാത്ര തിരിച്ചു. നിങ്ങളെന്താ എവിടേക്കും പോവാത്ത്? ആദ്യം കാവി യാത്ര പോയല്ലോ. ഞങ്ങൾ ഇപ്പോഴൊന്നും പോകുന്നില്ല ഏട്ടാ. അവർ തിരിച്ചു തരട്ടെ, എന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. അതെന്താ അങ്ങനെ? ലച്ചുവിൻ്റെ ആഗ്രഹം അതാ. അതുകൊണ്ട് ഞാനും അങ്ങനെ തീരുമാനിച്ചു. അതെന്താ മോളെ അങ്ങനെ? പിന്നെ അമ്മേ, ഞങ്ങളിന്ന് തിരിച്ചു പോവാ. ആര്യയോടെ ഒറ്റയ്ക്കല്ലേ, ഞങ്ങൾ കൂടി പോയാൽ അവൾക്ക് വിഷമാവും. അതുകൊണ്ട് ആദ്യം കാവ്യം തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ. ലച്ചു പറഞ്ഞു. എല്ലാവരും കേട്ട് ചിരിച്ചു. നിന്റെ ആഗ്രഹം പോലെ ആവട്ടെ. ഇറങ്ങാൻ നേരം ഗിരിയെയും രാധികയെയും സന്ദീപിനെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞാണ് ലച്ചു ഇറങ്ങിയത്. വീട്ടിലെത്തിയതും അവരെ കണ്ട് ആര്യ സന്തോഷത്തോടെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.